പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇതുവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒട്ടനവധി കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രത്യേക നന്ദി അർപ്പിക്കാം. പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുത്രനായ ദൈവത്തിലൂടെ അവിടുത്തെ ആ വലിയ കരുണ വെളിപ്പെടുത്തി തന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിലായിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നു പോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെ സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ നമ്മൾ കൊണ്ടാടിയപ്പോൾ വായിച്ച ഒരു വചനഭാഗമാണിത്. ഇന്നലെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിച്ചത്. എന്നാൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിലിരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുമ്പോൾ മത്തായി ശ്ലീഹായെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചവൻ എന്ന രീതിയിലല്ല, മറിച്ച് അവരോടൊപ്പമുണ്ടായിരുന്ന മറ്റ് പാപികളോടും ചുങ്കക്കാരോടും അവൻ കാണിച്ച വലിയ കരുണയെക്കുറിച്ചാണ് നമ്മൾ അനുസ്മരിക്കുക. തീർച്ചയായും മത്തായിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അനുഭവിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മത്തായി ശ്ലീഹ എപ്രകാരമാണ് കർത്താവിൻ്റെ ആ ശിഷ്യഗണത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായത് എന്ന് നമുക്കറിയാം. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് കർത്താവ് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ യേശുവിനെ അനുഗമിച്ചത്. യേശു അവനെയാണ് വിളിച്ചത് എന്ന് നമുക്കറിയാം. എങ്കിലും അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു എന്ന് ഇന്ന് ഈ വായിച്ചു കേട്ട വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറെയും പാപികളായിരുന്നു. അതുപോലെ തന്നെ ലേവിയെപ്പോലെ ചുങ്കം പിരിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവരെയെല്ലാം ലേവി ആ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോൾ യേശു അവരോട് ഒരു അവജ്ഞയും കാണിക്കുന്നില്ല. അവരെ മാറ്റി നിർത്തുവാൻ യേശു പരിശ്രമിക്കുന്നില്ല, മറിച്ച് അവരെ കൂടി തൻ്റെ ഗണത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അത് കണ്ട പല നിയമജ്ഞരും യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഗുരു പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണത്തിലിരിക്കുന്നത്? വളരെ കുറച്ചിലായി കണ്ടിരുന്ന ഒരു സംഗതിയാണ് നിങ്ങളുടെ ഗുരു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവനെ നിങ്ങളെല്ലാവരും ഗുരു എന്നല്ലേ വിളിക്കുന്നത്? അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണോ എന്നെല്ലാം ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ കരുണ കാണുവാൻ സാധിക്കുക. വളരെ കൃത്യതയോടുകൂടെ യേശു അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ അവരോട് പറയുന്ന ഉത്തരം, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. കഥാവ് അത് പറയുമ്പോൾ നമുക്കും അറിയാം, ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ആരും തന്നെ ഡോക്ടറെ കാണുവാൻ പോകാറില്ല. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഡോക്ടറിൻ്റെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അവൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അവന് മറ്റൊരു തരത്തിലുള്ള അസ്വസ്ഥതകളൊന്നും അനുഭവിക്കേണ്ടതായിട്ടില്ല. അതിനാൽ തന്നെ ഒരിക്കലും വൈദ്യനെ കാണുവാൻ പോകാറില്ല. എന്നാൽ ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആദ്യം സമീപിക്കുന്നതും വൈദ്യനെ തന്നെയാണ്. ഇതുതന്നെയാണ് കർത്താവും ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നീതിമാന്മാരാണ് എന്ന് ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ നീതിമാന്മാരാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നീതിമാന്മാരല്ല എന്ന് യേശു വളരെ കൃത്യതയോടുകൂടെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല അവസരങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാപട്യത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കുന്നത്. പല അവസരങ്ങളിലും കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ഫരിസേയരുടെയും നിയമജ്ഞരുടെയും എല്ലാം കാപട്യത്തെക്കുറിച്ചാണ്. അവർ എപ്രകാരമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ തന്നെ ഒരു നീതിമാന്മാരാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രശംസ പിടിച്ചു പറ്റുവാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി യേശുനാഥൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടതിന് ശേഷവും തങ്ങളുടെ ജീവിത ശൈലിയിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ അവർ തുനിയുന്നില്ല. കാരണം ഇതിലൂടെ അവർക്ക് ഒത്തിരിയേറെ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നേട്ടങ്ങളൊന്നും തന്നെ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായില്ല. അവിടെയാണ് ഈ ചുങ്കക്കാരായ മനുഷ്യരുടെ പവിത്രത അല്ലെങ്കിൽ അവരുടെ വലിയ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടിട്ട് തങ്ങളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ, ഇവിടെ തങ്ങളിൽ ഒരുവനെ അവൻ ക്ഷണിച്ചപ്പോൾ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്തപ്പോൾ, മറ്റ് ചുങ്കക്കാരും തങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഈ വിളിച്ച വ്യക്തിക്ക് എന്തോ പ്രത്യേകതയില്ലേ എന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാകും. അതിനാലാണ് അവരും ലേവിയോടൊപ്പം അവനെ അനുഗമിക്കുവാൻ തയ്യാറായത്. പ്രിയമുള്ളവരെ, സമൂഹം മാറ്റി നിർത്തിയ ഒട്ടനവധി ആളുകൾ ഇവിടെ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ചും തങ്ങളിൽ ഒരുവനായ ഒരു വ്യക്തിയെ കർത്താവ് അവൻ്റെ ആ വലിയ ശിഷ്യഗണത്തിലേക്ക് ചേർത്തപ്പോൾ തങ്ങളുടെ ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ പുറകെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കർത്താവേ, ഞങ്ങളും പാപികളാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഒട്ടനവധി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നപേക്ഷിച്ചുകൊണ്ട് അവരും യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. ആ ഭക്ഷണമേശയിലിരുന്ന അവസരത്തിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവരോരുത്തരും പാലിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്രകാരമാണ് കർത്താവിലേക്ക് തിരികെ വരേണ്ടത്? എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എപ്രകാരമാണ് തിരികെ വരേണ്ടതെന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതെല്ലാം കേട്ടപ്പോഴായിരിക്കണം ആ നിയമജ്ഞർക്ക് അസ്വസ്ഥതയുണ്ടായത്. തങ്ങളെയാണ് കർത്താവിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവർ തങ്ങൾ ഓരോരുത്തരുമാണ്. എന്നാൽ ഇവിടെ വേറൊരുവൻ തങ്ങളുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. തങ്ങളെപ്രകാരമാണോ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ വളരെ മനോഹരമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഇതാ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്. ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ
നഷ്ടപ്പെട്ടു പോയ ആനന്ദം അനുഭവിക്കുവാനുള്ള അവസരം അവനായി അവർക്ക് തുറന്നു കൊടുക്കുന്നു. ലേവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മത്തായിയെ സംബന്ധിച്ച് അത് വലിയ അനുഗ്രഹദായകമായ നിമിഷമായിരുന്നു. മറ്റുള്ളവർ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരുന്ന ഒരവസരത്തിൽ ഇതാ ദൈവപുത്രൻ എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ തങ്ങളെയും ചേർക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു വ്യക്തി ഇതാ തൻ്റെ അടുക്കിലേക്ക് വന്ന് തന്നോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെട്ട ഒരു വ്യക്തി, പാപി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി, ഈ സമൂഹത്തിൽ എല്ലാം നേടിയിട്ടും സന്തോഷം അനുഭവിക്കാതിരുന്ന ഒരു വ്യക്തി ആ നിമിഷം പൂർണ്ണമായ സന്തോഷത്തിലേക്ക് കടന്നു വന്നതാണ് നമ്മൾ കാണുക. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ലേവിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് ആ യേശുനാഥനെ അവൻ സ്നേഹത്തോടെ വിളിച്ചു. അതുതന്നെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തൻ്റെ ഭവനത്തിലേക്ക് ഇതാ എല്ലാവരും ആരാധിക്കുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന ആ വലിയ ഗുരു ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ ഇതുപോലെ സന്തോഷിക്കാറുണ്ടോ? കർത്താവിൻ്റെ ആഗമനം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ലേവി തന്നെ വിളിച്ച മാത്രയിൽ തന്നെ തൻ്റെ പഴയകാല ജീവിതം ഉപേക്ഷിച്ചെങ്കിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയും പഴയകാല ജീവിതം ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ? തിന്മയുടെ അടിമയായി എന്ന് ജീവിക്കുവാനാണോ നാം ഓരോരുത്തരും ആഗ്രഹിക്കുക? ഇതാ കർത്താവ് എന്ന ഈ അൾത്താരിൽ നിന്നുകൊണ്ട് നിന്നെ വിളിക്കുന്നു, എന്നെ അനുഗമിക്കുക. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചാലും സ്നേഹപൂർവ്വം കർത്താവ് ഇന്ന് നിന്നെ വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളിലേക്കല്ല കർത്താവ് നോക്കുക, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് കർത്താവ് നോക്കുന്നത്. ആ ഹൃദയത്തിന് മാറുവാനുള്ള ആഗ്രഹമുണ്ടോ എന്നാണ് കർത്താവ് നോക്കുക. ആ ഹൃദയത്തിന് ഒരു പരിവർത്തനം നടത്തുവാനുള്ള ശക്തിയുണ്ടോ എന്നാണ് കർത്താവ് നോക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ കർത്താവ് മുട്ടുന്നുണ്ട്. ആ മുട്ടുന്ന കർത്താവിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരെയും ഹൃദയം തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും കർത്താവിൻ്റെ വലിയ കാരുണ്യം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് ഇപ്രകാരമാണോ സമൂഹം മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിച്ചത്, അതുപോലെ നമ്മളെ കൊണ്ടാവുന്ന വിധം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കൃപ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.